വെൽക്കം ടു ദ ചാനൽ. ഞാൻ വന്നത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നത്തെ പറ്റി സംസാരിക്കാനാണ് വന്നത്. കാരണം എന്താ വെച്ചാൽ ഏട്ടത്തിന്റെ ഭർത്താവ് അനുജത്തിനെ കൊണ്ടുപോയി. തെറ്റാണ് അയാൾ ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വീട്ടിൽ നമ്മള് സ്വന്തം വീട് പോലെ ആ വീടിനെ കാണണം. കാരണം മാതാപിതാക്കൾ സ്വന്തം മാതാപിതാക്കളെ പോലെ കാണണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അനുജത്തിനെ പോലെ കാണണം. ഏട്ടത്തിനെ പോലെ കാണണം. അയാൾ ചെയ്തത് തെറ്റാണ്. ഒരു ബുദ്ധിയില്ലാത്ത കുട്ടി, ബുദ്ധി ഉണ്ടെങ്കിൽ ആ കുട്ടി അങ്ങനെ ചെയ്യൂല. അന്നേരം ചോദിക്കും, 22 വയസ്സായിട്ടും കുട്ടിക്ക് ബുദ്ധി വന്നിട്ടില്ലേ? 22. ചില കുട്ടികൾക്ക് 15 വയസ്സിൽ ബുദ്ധി വരാം, ചില കുട്ടികൾക്ക് 22 വയസ്സിൽ ബുദ്ധി വരാം, ചില കുട്ടികൾക്ക് 25 വയസ്സായിട്ടും ബുദ്ധി വന്നിട്ടുണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ കാലത്ത് ഇത്. കാരണം എന്ന് വെച്ചാൽ 30 വയസ്സായി നമുക്ക് പറയാം. പിന്നെന്ന് വെച്ചാൽ ആ കുട്ടി കുറച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടിയായിരിക്കും. ആ കുട്ടിയൊക്കെ അവിടെയെല്ലാം പോയിട്ട് പ്രേമിക്കുകയെല്ലാം ചെയ്യാം. പക്ഷെങ്കില് ആ കുട്ടി അന്നേരമൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇയാള് സ്നേഹം നടിച്ച് ആ കുട്ടിയെ വശത്താക്കി സ്വന്തം അനുജത്തിയ എന്ന് പറയാ, അനുജത്തി തന്നെയാണ്. ആ ഭാര്യനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ അയാൾ ചെയ്യൂല. ആ കുടുംബത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യൂല. മാതാപിതാക്കള് പറയുന്ന ഒരു കുട്ടീനെ ഇനി പുറത്താക്കിയത്. മാതാപിതാക്കളെ അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്ന് വെച്ചാല് എല്ലാ തെറ്റുകളും മാതാപിതാക്കളാണ് സഹിക്കേണ്ടത്. കാരണം എന്ന് വെച്ചാല് പടച്ചോ സഹിക്കുന്നുണ്ട്. അതേപോലെയാണ് മാതാപിതാക്കൾ സ്വന്തം ഇഷ്ടത്തോടല്ല പറഞ്ഞിട്ടുണ്ടാകുക. കാരണം എന്ന് വെച്ചാല് ഇയാളെയാണ് പുറത്താക്കേണ്ടത്, അല്ലാതെ ആ കുട്ടീനെ അല്ല പുറത്താക്കേണ്ടത്. ആ കുട്ടീനെ അനാഥാലയത്തിലാണുള്ള കുട്ടിന്റെ ജീവിതം എന്തെന്നാണ്. ആ കുട്ടി മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാള് പൈസ കൊടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാല് അങ്ങനത്തെ അവസ്ഥയിലാണ് ആ കുട്ടിനെ ആക്കി വെച്ചത്. ഇതെല്ലാം തെറ്റാണ് ചെയ്യുന്നത്. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കേ.